ആതിര കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായത്. അപ്പോൾ മൂന്നാമത്തെ പരാതിയായിരുന്നു വന്നത്. മൂന്നാമത്തെ പരാതിയിൽ ഗുരുതരമായ ആദ്യ രണ്ട് പരാതികളിൽ ഉള്ളതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് കുറെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് ആരെയും പേടിയില്ല എന്നുള്ളൊരു ലൈൻ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനും ഹർഷയും സംസാരിക്കുകയായിരുന്നു. ഈ പുറത്തു വന്ന റീലുകളൊക്കെ ഇല്ലേ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന റീല്, അതുപോലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ആത്മവിശ്വാസത്തിൽ നിർത്താൻ സഹായിക്കുന്നത്? തീർച്ചയായും നല്ല ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ രണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആരോപണങ്ങളിലും പ്രധാനമായി വന്നിട്ടുള്ളത് ഒന്ന് ഇയാളുടെ കോൾ റെക്കോർഡിങ്സ്, പിന്നെ ഈ പറയുന്ന ചാറ്റുകളാണ്. എന്നിട്ടും ഈ മൂന്നാമതൊരു ചാറ്റ് ഭീഷണി, നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ 2024 നടന്ന ചാറ്റാണോ? അതൊന്നുമല്ല. ശരിക്കും ഈ പറയുന്ന രണ്ട് പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ആ ചാറ്റിനകത്ത് കൃത്യമായിട്ടുണ്ട്, നീ കുറച്ചുനാൾ 1 മാസം മുമ്പായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തേനെ. പക്ഷെ ഇപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ആ ട്രാക്ക് ഒക്കെ വന്നു. അതാണ് അയാൾ പറയുന്നത്. എനിക്കറിയാം ഇത് കോടതിയിൽ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. ഞാൻ കൃത്യമായി ഊരിപ്പോലും. പിന്നെ ഒന്നാമത്തെ കാര്യം, നിനക്ക് എൻ്റെ ഇമേജ് തകർക്കാനോ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നിനക്കാണ് നഷ്ടപ്പെടാനുള്ളതൊക്കെ. നീ ഇനി എന്നെ ഇങ്ങനെ നീ കേസ് കൊടുത്തിട്ട് നീ ഇവിടെ സമാധാനമായി ജീവിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ഭീഷണികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് മുമ്പുണ്ടായ 2 കേസുകളിലും നിർണായകമായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇയാളുടെ ചാറ്റാണ്. എന്നിട്ടും ഇയാൾ എങ്ങനെയായിരിക്കും ഈ പറയുന്ന രീതിയിൽ ഇത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ ചാറ്റ് ചെയ്യാൻ പോയത്? അതൊരു വലിയ ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ പറയാം ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എൻ്റെ നേരത്തെ 2 എണ്ണം പുറത്തു വന്നതാണ്, അപ്പൊ ഞാൻ വീണ്ടും ഇവർക്കൊരു സഹായമാവുന്ന രീതിയിൽ ഞാൻ പോയി ഭീഷണിപ്പെടുത്തുമോ? ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വിഷയം നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, ആദ്യത്തെ കേസ് ഉണ്ടായപ്പോൾ ഞെട്ടലുണ്ടായി, രണ്ടാമത്തെ കേസ് ഉണ്ടായപ്പോഴും ഞെട്ടലുണ്ടായി, മൂന്നാമത്തെ കേസ് ഉണ്ടായപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഏത് കേസ് ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളി കൂളായിട്ടാണ് ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായുള്ള ധാരണ ഉണ്ടായിരുന്നു, ഇനി ഒരു കേസ് എനിക്കെതിരെ വരും, എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് കഴിഞ്ഞാൽ അടുത്തും ഇനി കേസുകൾ വരാമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ ആദ്യത്തെ 2 കേസുകൾ ഉണ്ടായതിനു ശേഷം ഇവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സഹോദരിയുടെ കല്യാണം മുടക്കും, കുടുംബം നശിപ്പിക്കും, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ആ പെൺകുട്ടി പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ പരാതി കൊടുത്തിനി ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിനക്കാണ് നഷ്ടപ്പെടാനുള്ളതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹം ചെലവിന് കൊടുത്തിരുത്തിയിരിക്കുന്ന PR ടീം, ഈ നമ്മുടെ വീഡിയോസിന് താഴെ എല്ലാം വന്ന് തെറി വിളിക്കുന്ന ആ ടീം ഉണ്ടല്ലോ, ഒരു പറ്റം ആൾക്കാരുണ്ടല്ലോ, രാഹുലിന് കുറെ അധികം ഹൃദയങ്ങൾ നൽകുന്ന ഹേർട്ട് ഇടുന്ന കുറച്ച് PR ടീം ഉണ്ട്. തീം കുറച്ച് തീയും കുറച്ച് ഹാർട്ടും ഇട്ട് ഈ പറയുന്നവരെ എല്ലാം തെറി വിളിക്കുന്ന ഒരു ടീം ഉണ്ട്. ഈ സെക്ഷൽ പെർവേർട്ടുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വൈൽഡ് സെക്സ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വെച്ചാൽ രാഹുലിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളോ അതൊന്നുമല്ല ശരിക്കും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു സ്ത്രീയോട് പെരുമാറിയിട്ടുള്ള രീതികളെ പറ്റി, അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായ 2 സ്ത്രീകളോടും പെരുമാറിയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ അപാകത മൂലം ഒരു MLA പെരുമാറിയിട്ടുള്ള ഈ മാനസിക വൈകൃതങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് രാഹുൽ തീ എന്നും ഹേർട്ട് എന്നൊക്കെ ഇടുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായി സംശയിക്കാം ഇതേ വൈകൃതം തന്നെയാണോ ഇവർക്കും ഉള്ളത്? കാരണം ഓൾറെഡി നമുക്കതിനെ എനിക്കപ്പോൾ അനുകൂലപരമായിട്ട് തോന്നിയാലല്ലേ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരും ഇനി ഇവർക്കും ഇത് തന്നെയാണോ ഫാന്റസി? രാഹുൽ ചെയ്യുന്നതൊന്നും തെറ്റല്ല. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടനകത്ത് കണ്ടൊരു കാര്യം, ഈ സ്ത്രീ പറയുന്നുണ്ട് നീ ഇപ്പോ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടക്കുവല്ലേ. അത് ഉദ്ദേശിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന 2 പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് പാലക്കാട് രാഹുൽ സജീവമാവുകയും അല്ലെങ്കിൽ നിയമസഭയിലെ പാലക്കാട് രാഹുൽ സ്ഥാനാർത്ഥി ആയേക്കുമോ, അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വീണ്ടും എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ നീ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ കാണണമെന്ന് ഈ പറയുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണികളാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോ. രാഹുൽ മാങ്കൂട്ടം അപ്പൊ അതിനാണ് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്, നിന്റെ ഭീഷണി ഒന്നും ഇവിടെ നടക്കില്ല, നീ ആരെ ഈ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ എൻ്റെ ഇമേജ് നോക്കാനെന്ന് അല്ലെങ്കിൽ ഇമേജ് തിരിച്ചു പിടിക്കാനല്ല ഞാൻ ഈ തിരിച്ചു വന്നിരിക്കുന്നത്. കാരണം ഓൾറെഡി അയാൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഇനി മുന്നേറ്റങ്ങൾ മാത്രമേ രാഹുൽ മാങ്കൂട്ടം കണക്കാക്കുന്നുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഓൾറെഡി 2 പെണ്ണ് കേസ് വന്നു.
മൂന്നാമതൊരെണ്ണം വന്നു കഴിഞ്ഞാൽ പെണ്ണ് കേസ് അല്ലെങ്കിൽ ഇതേ കേസ് തന്നെയല്ലേ വരുള്ളൂ. അതിനകത്തിൽ പ്രത്യേകിച്ച് അപൂർവമായിട്ടുള്ള പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും വരുന്നില്ലല്ലോ. അതെ, ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടി ഭീഷണിപ്പെടുത്തത് എനിക്ക് തോന്നുന്നു 2024 ഏപ്രിലിൽ നടന്ന സംഭവമാണ്. അപ്പൊ അതിനുശേഷം പ്രഗ്നൻസി ഉണ്ടാകുന്നു, മിസ്കാരേജ് ഉണ്ടാകുന്നു. ഒരു ജൂൺ ജൂലൈ സമയം ആയപ്പോഴേക്കും ഈ കുട്ടി പറഞ്ഞ ഒരു മോശം മെന്റൽ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ആ സമയം മുതൽ ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന ദേഷ്യം, പക, വിഷമം ഇതെല്ലാം ആയിരിക്കാം ഈ ഭീഷണിയായി പുറത്തു വന്നത്. നീ ഇനി തിരിച്ചു വരുമല്ലോ, അപ്പൊ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്ന ഒരു ദേഷ്യത്തിന്റെ റിവെഞ്ച് ചെയ്യാൻ തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. അതൊക്കെ ഹ്യൂമൻ നേച്ചറായിട്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ രാഹുൽ ഇനി തിരിച്ച് പാലക്കാട് സജീവമാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തന്നെ മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ PJ കുര്യനൊക്കെ ആദ്യം അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ട എന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മണിക്കൂറുകൾക്കകം മാറ്റി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ തിരുത്താൻ തയ്യാറാണെങ്കിൽ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനും അല്ലെങ്കിൽ UDF മത്സരിക്കുന്ന ആൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കണ്ടിരുന്നത്. പല പൊതുപരിപാടികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ഒരു ബൗൺസ് ബാക്ക്, തിരിച്ചു വരവ്, രണ്ടാം വരവൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആദ്യ 2 കേസുകളിൽ പിടിക്കപ്പെട്ടില്ല എങ്കിൽ പോലും മൂന്നാമത്തെ കേസിൽ പിടിക്കപ്പെട്ടു. അതാണ് അദ്ദേഹം പറയുന്നില്ലേ, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ കേസിൽ അയാൾക്ക് നഷ്ടപ്പെടാനുണ്ടായിരുന്നു. കാരണം 14 ദിവസത്തേക്കാണ് റിമാൻഡിൽ വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സബ് ജയിലിൽ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയെ നിരന്തരം അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മള് ഈ മാധ്യമങ്ങളാണെങ്കിലും ഈ ഒരു കേസ് വന്ന സമയത്ത് തെളിവുകളൊക്കെ രാഹുലിനെതിരായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു DNA പരിശോധന പോവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഹുലിന്റെ ഒരു കോൺഫിഡൻസിന് കാരണം ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതിനെല്ലാം ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഒരു വൈരാഗ്യം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുലിന് വാദിക്കാം. രാഹുൽ മൊഴി കൊടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം. ഉഭയസമ്മതത്തോടുള്ള ലൈംഗിക ബന്ധമാണ്. രാഹുലിന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന യുവതിക്കും വൈൽഡ് സെക്സ് അപ്പൊ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഇവർക്ക് കൊടുക്കാൻ തെളിവുകളൊന്നുമില്ല. കോടതിയുടെ മുഖേന ചെന്ന് കഴിഞ്ഞാൽ തെളിവുകളല്ലേ മേഘയെ ആവശ്യമായിട്ടുള്ളത്. ഇയാൾ പറയുകയാണ് ഓൾറെഡി ഇപ്പൊ കൊടുത്ത മൊഴി ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെക്സ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ഈ ആൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കൃത്യമായി പറയുന്ന രീതിയിൽ വൈരാഗ്യം തോന്നി. അതുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് വീണ്ടും ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു കേസ് കൊടുത്തതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ അബോർഷന് നിർബന്ധിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നതിന് കുറെ ചാറ്റുകളാണ് ബാക്കിയുള്ളത്. എനിക്കൊന്നും ഇതിൽ വാലിഡ് ആയിട്ട് ബാക്കി നിൽക്കുന്നത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കാം. അപ്പോൾ സാമ്പത്തിക ചൂഷണം നടത്തിയെന്നുള്ള ഒരു കേസ് മാത്രമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിൽ വാലിഡ് ആയിട്ട് നിൽക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഉണ്ടാക്കുന്ന കൊളാട്രൽ ഡാമേജ്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ കൂടുതൽ പെൺകുട്ടികൾ പുറത്തേക്ക് വരാനുള്ള ധൈര്യം ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ കോളത്തെ വിൻസെന്റ് എംഎൽഎയൊക്കെ വലിയ വിഷയമായി, വലിയ സ്ത്രീ പീഡന പരാതിയൊക്കെ ആയിട്ട് പുറത്തു പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോളം ഏരിയയിലൊക്കെ ഒരുപാട് ജനസമ്മതിയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതുപോലെ രാഹുലിന് തിരിച്ചു വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. പണത്തിന്റെ ചൂഷണത്തിനാണെങ്കിലും അതിന് ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. കാരണം രാഹുൽ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഒന്നും വാങ്ങിച്ചിട്ടുള്ളത്, സ്നേഹത്തോടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 3 BHK ഫ്ലാറ്റ് മേടിക്കാം. ഒന്നാലോചിച്ച് ഈ ചാറ്റിനകത്തിലൊന്നും നീ എനിക്കിത് വാങ്ങി തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നീ ഇത് വാങ്ങി തന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധം പുറത്തറിയും, ഇതൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ഉഭയസമ്മതത്തോടെ തന്നെ അവരോട് ചോദിക്കുന്നു, അവർ കൊടുക്കുന്നു, ചോദിക്കുന്നു, കൊടുക്കുന്നു. ഇതാണ്. പക്ഷെ അത് സാമ്പത്തിക ചൂഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഭീഷണിപ്പെടുത്തിയില്ല എങ്കിൽ പോലും അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇവർ തമ്മിൽ ഒരു വിവാഹ ബന്ധം, ഒരു എന്താ പറയാ, ഒരു ലീഗലായിട്ടുള്ള ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. സമ്മാനം കൊടുത്തോ? സമ്മാനമല്ല, പ്രണയത്തിലിരിക്കുന്ന എനിക്കിപ്പോ മേഘയെ വളരെ ഇഷ്ടമാണ്. അപ്പൊ മേഘ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മേഘയ്ക്ക് സ്വാഭാവികമായി തരും. അത് നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തിന്മേൽ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അല്ല, ഈ ഒരു ഇഷ്ടം അവസാനിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് ഇയാൾ എന്നെ ചൂഷണം ചെയ്തതാണ്. ഇപ്പോ ഈ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകി ഒരാളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അത് അവർക്ക് ചിന്തിക്കാമായിരുന്നല്ലോ. എന്നിൽ നിന്ന് ഇപ്പോൾ ആദ്യ സമയം ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ വാങ്ങുന്നു, അതിനുശേഷം 3 BHK ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കാമായിരുന്നല്ലോ. ഇതിനകത്ത് രാഹുൽ പറയുന്നുണ്ട് 1.5 കോടിയാണ്, നമുക്കത് കുറയ്ക്കാം. വളരെ രണ്ടുപേരും ഒരേപോലെ പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അതിനകത്തിൽ ഒരു ചൂഷണം എന്ന രീതിയിലേക്ക് കോടതിയിലേക്ക് എത്തുമ്പോൾ തെളിയിക്കാൻ വളരെ പാടാണ്. അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണം നിലനിൽക്കും.
നിലനിൽക്കാനുള്ള സാധ്യത അപ്പോഴും അവിടെ ഉണ്ട്. പണം വാങ്ങി, പ്രണയബന്ധം നടിച്ച് എന്നിൽ നിന്ന് പണം വാങ്ങി എന്നെ വഞ്ചിച്ചു, വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു, പക്ഷേ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പിന്നീട് അറിയിച്ചു എന്ന് പറയുന്ന ഒരു ക്ലോസ് അവിടെ നിലനിൽക്കും. പക്ഷെ ബാക്കിയുള്ള ഈ പറഞ്ഞ പീഡനം ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ആ റൂമിൽ എന്താണ് നടന്നത് എന്നുള്ളതിന് എവിഡൻസ് ഒന്നുമില്ല. പിന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഇദ്ദേഹം മറ്റൊരു മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ മൊബൈൽ കഥകള് നമ്മള് ദിലീപ് കേസ് തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇത് സീസ് ചെയ്തിട്ടില്ല ഇതുവരെ, സീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഈ മൊബൈൽ കഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനം ബേസിക്കലി ഡിജിറ്റൽ തെളിവുകൾക്കെല്ലാം നമ്മൾ ഈ ഒരു സാക്ഷിമൊഴി കൊടുക്കുന്നത് പോലെ, ഒരു സാഹചര്യ തെളിവ് കൊടുക്കുന്നത് പോലെ ഡിജിറ്റൽ തെളിവുകൾക്ക് ലീഗൽ വാലിഡിറ്റി കുറവാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു 50% മേൽക്കോയ്മ മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാം ഇത് തന്നെയാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് തകർക്കാം. ആ കുട്ടി പറഞ്ഞതുപോലെ രാഹുൽ പറയാൻ പോകുന്നത് ഭീഷണി ഞാൻ മാത്രമല്ല പരാതിക്കാരിയും ഭീഷണിപ്പെടുത്തി. അപ്പൊ ഒരേപോലെ ആയില്ലേ കേസ്? ഇതിനകത്തിൽ എന്ത് വാലിഡിറ്റി ആണ് ഉണ്ടാവാൻ പോകുന്നത്? രാഹുൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം വലിയ രീതിയിൽ അയാള് ചെയ്ത മഹിമ കൊണ്ടൊന്നും അല്ല പറയുന്നത്. പക്ഷേ കേസിന്റെ സാഹചര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്തുള്ള കോൺഫിഡൻസ് പോലെ തന്നെ ഈ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അയാൾക്കറിയാം. എല്ലാവരും പറയുന്നുണ്ട് സീക്രട്ട് അറസ്റ്റ് ആയിപ്പോയി. സീക്രട്ട് ഒന്നും അല്ല, അയാൾ ഇത് നേരത്തെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു അറസ്റ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് വീണ്ടും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളിൽ തെളിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിയുടെ തന്നെ ഒരു മൈൻഡ് പ്ലാനിങ് ആയിട്ടൊക്കെയാണ് ഇടയ്ക്ക് ഒന്ന് തോന്നുന്നത്, അയാളുടെ ചില പ്രതികരണങ്ങളൊക്കെ കാണുന്ന സമയത്ത്.